ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലൊരു പൈപ്പിൻ്റെ കഷ്ണം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വേസ്റ്റിൽ നിന്നും കിട്ടിയതാണ്. എന്നെപ്പോലുള്ളവർ ഇതുപോലത്തതെല്ലാം കണ്ടാൽ പെറുക്കി കൊണ്ടുവരും. ഇന്നത്തെ കലാവിരുത് ഈ പൈപ്പിലാകട്ടെ എന്ന് വിചാരിച്ചു. പൈപ്പിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്യണം. എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഴയൊരു കത്തി ചൂടാക്കിയും കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി പൈപ്പിന് ഹോളിടുകയാണ്. ഈ വിളക്ക് കത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താ സംഭവമെന്ന്. പൈപ്പിന് ഹോളിടേണ്ടേ? പൈപ്പിന് ഹോളിടാൻ പല മെത്തേഡും ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. പഴയ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരറ്റം നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം പൈപ്പിന് മുകളിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഹോളിടാൻ സാധിക്കും. കമ്പി ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ കമ്പി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ചൂടാകാൻ സാധ്യതയുണ്ട്. സ്ക്രൂ ഡ്രൈവറിന് പിടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൈ ചൂടാവുകയില്ല. പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ 2 ഹോളുകൾ ഉണ്ടാക്കിയതിന് ശേഷം പൈപ്പിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കാം. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം പൈപ്പ് ഒന്ന് പെയിൻറ് ചെയ്യാം. പൈപ്പ് കിട്ടിയതുപോലെ കുറച്ച് പോട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇപ്പോൾ നോക്കിയേ, നിങ്ങൾ ആദ്യം കണ്ട പോട്ടാണോ ഇത്? എല്ലാം ഭംഗിയായില്ലേ? ഉൾവശം ശരിക്ക് ക്ലീൻ ചെയ്തില്ല, കാരണം മണ്ണ് നിറയ്ക്കേണ്ടതാണ്. പൈപ്പ് ഒരു പോട്ടിൽ വെച്ച് സിമൻറ്റ് ഉപയോഗിച്ച് പൈപ്പ് പോട്ടിൽ ഉറപ്പിച്ചതിന് ശേഷം പോട്ടിനുള്ളിൽ മണ്ണ് നിറച്ചു കൊടുക്കാം. ഈ പോട്ടിനെല്ലാം ഇതുപോലെ 2 ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോളിലെ കൂടി നേരിയൊരു പ്ലാസ്റ്റിക് കയർ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം പൈപ്പിലുണ്ടാക്കിയ 2 ഹോളിലെ കൂടി ഈ പോട്ടുകളെല്ലാം കെട്ടിക്കൊടുക്കാം. 6 പോട്ടുകളാണ് പൈപ്പിന് മുകളിൽ സെറ്റ് ചെയ്തത്. ഇനി പോട്ടിനുള്ളിൽ നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. പോട്ടിനുള്ളിൽ ഞാൻ ആദ്യം ടൈൽസിൻ്റെ പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്ടിൻ്റെ കഷ്ണങ്ങളോ ചെറിയ കല്ലുകളോ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ അധികം വരുന്ന വെള്ളം എളുപ്പത്തിൽ പോട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകും. ചില ചെടികൾക്ക് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വെള്ളം പോട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന് ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പോട്ടിൽ ഇനി മണ്ണ് നിറയ്ക്കാം. മണ്ണിൻ്റെ കൂടെ എംസാൻഡ് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കൂടാതെ കുറച്ച് വളവും മിക്സ് ചെയ്യുന്നുണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, ആട്ടിൻ കാഷ്ടം ഇതെല്ലാം മിക്സ് ചെയ്തൊരു വളമാണിത്. കിലോന് 30 രൂപയായി ഷോപ്പിൽ നിന്നും വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. കൂടാതെ മണ്ണിനുള്ളിലുള്ള കീടങ്ങളെല്ലാം നശിച്ചു പോകും. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം. അതാണ് ഏറ്റവും നല്ലത്. എല്ലാ പോട്ടിലും പോട്ട് മിക്സ് നിറച്ചിട്ടുണ്ട്. പൈപ്പിനുള്ളിലും നിറച്ചതിന് ശേഷം ചെടി വെച്ച് കൊടുക്കാം. ഈ ചെടിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ചെടി മാറ്റി നടാനായതാണ്. ക്രാഫ്റ്റ് വർക്ക് മാത്രമല്ല, കുറച്ച് ചെടികളെ കൂടി ഞാൻ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോട്ട് മിക്സ് വെള്ളമൊഴിച്ച് സെറ്റാക്കിയതിന് ശേഷം ചെടികൾ വെച്ച് കൊടുക്കാം. എല്ലാ പോട്ടിലും പൈപ്പിനുള്ളിലും ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പൈപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാക്കിയ ഹോളിൽ ഈ ചെടി സെറ്റ് ചെയ്ത് കൊടുക്കാം. പൈപ്പിൻ്റെ എല്ലാ ഹോളും ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം വളർന്ന് പൈപ്പ് കാണാത്ത വിധത്തിലാകും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളുടെ കയ്യിലും പൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പഴയ പൈപ്പില്ലെങ്കിൽ പുതിയ പൈപ്പെങ്കിലും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്തുകൂടെ? എൻ്റെ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ?
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.